നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലശ്ശേരിയിൽ വീണ്ടും പെൺഗുണ്ടയായിട്ടുള്ള റസീനയുടെ വിളയാട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു വീട്ടിലേക്ക് ഒരു യുവതി കയറി ചെല്ലുന്നു, അവിടെയുള്ള കുട്ടിയെ ഉപദ്രവിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പോലീസ് എത്തുന്നു. അവിടെ ചോദ്യം ചെയ്യാനെത്തിയ പോലീസിനെയും ആ യുവതി തല്ലുന്നു. ഈ ഒരു വിഷയം പുറത്തു വന്നപ്പോൾ ആരോ ഒരാളാണ് ഈ ഒരു യുവതി എന്നായിരുന്നു കരുതിയെങ്കിലും യഥാർത്ഥത്തിൽ ഇതിനു പിറകിൽ വലിയൊരു ഒരുപാട് കേസുകൾ പറയാനുള്ള ഒരു സംഭവം തന്നെയുണ്ട്. കാരണം തലശ്ശേരിയിൽ എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന ഒരു യുവതിയാണ് റസീന എന്ന് പറയുന്ന സ്ത്രീ. ഇവരെ പെൺഗുണ്ട എന്നാണ് പറയുന്നത്. ഈ ഒരു സ്ത്രീയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പോലീസുകാരും നാട്ടുകാരും എന്നുള്ളതാണ്. അവർ വീണ്ടും തലപൊക്കി രംഗത്തെത്തിയിരിക്കുന്നു എന്നതിന്റെ ഒരു തെളിവാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവം. അതായത് കുടുംബ വീട്ടിലാണ് അവർ കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു ആക്രമണം നടത്തിയത്. കുടുംബ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് അവിടെ സഹോദരിയുടെ മകളെ അടിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഇത് ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ട യുവതി അത് തടയാൻ ശ്രമിച്ചു. അങ്ങനെ അവിടെ പോലീസിനെ വിവരം അറിയിക്കുന്നു. അതിനുശേഷം വനിതാ പോലീസ് സംഭവ സ്ഥലത്തെത്തി ഈ അതിക്രമത്തെ എതിർക്കാൻ ശ്രമിച്ചപ്പോൾ ആ വനിതാ പോലീസിനെയും തള്ളിയിടുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഭവത്തിൽ വടക്കുംപാട് സ്വദേശിനിയായിട്ടുള്ള റസീനയെ ധർമ്മടം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള തലശ്ശേരിയിലെ പെൺഗുണ്ട എന്നറിയപ്പെടുന്ന വടക്കുംപാട് സ്വദേശിനി റസീന ഉമ്മയെയും സഹോദരിയെയും ആക്രമിക്കുന്നതായി സ്റ്റേഷനിൽ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ധർമ്മടം പോലീസ് സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ചത്. പ്രതി സഹോദരിയുടെ മകളെ അടിക്കുന്നത് കണ്ട് തടയുവാൻ ശ്രമിച്ച വനിതാ പോലീസുകാരിയെ ഇവർ തള്ളി താഴെയിടുന്നതടക്കം വളരെ ഞെട്ടലോടെയാണ് മലയാളികൾ കേൾക്കുന്നത്. വീട്ടിലേക്ക് അതിക്രമിച്ചെത്തിയ റസീന ഉമ്മയോട് പണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പണം ആവശ്യപ്പെട്ടുവെങ്കിലും പണം നൽകാതെ വന്നപ്പോൾ ഇതേ തുടർന്ന് റസീന ഇത്തരത്തിൽ കുട്ടിയെ അടിക്കുന്നതും ചീത്ത പറയുന്നതും അടക്കമുള്ള അക്രമത്തിലേക്ക് കടക്കുകയായിരുന്നു. വീടിന്റെ ജനല് ഗ്ലാസുകളൊക്കെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന്റെ ഗ്ലാസ് ഒക്കെ അടിച്ച് പൊളിക്കുന്ന രീതിയാണ് പിന്നീട് ഈ യുവതി ഈ പെൺഗുണ്ട റസീന നടത്തിയത് എന്നുള്ളതാണ്. സഹോദരിയുടെ മകളെ അടിക്കുന്നത് കണ്ട് തടയുവാൻ ശ്രമിച്ച വനിതാ പോലീസിനെ ഇവർ തള്ളിയിടുകയും ചെയ്തു. മദ്യപിച്ച് റോഡിൽ വാഹന തടസ്സമുണ്ടാക്കുകയും യാത്രക്കാരെ മർദ്ദിക്കുകയും ചെയ്യുന്നത് സ്ഥിരം പതിവാക്കിയിട്ടുള്ള ഒരു യുവതിയാണ് റസീന എന്നുള്ളതാണ്. ഇവർക്കെതിരെ നിരവധി കേസുകളാണ് ഇതിനു മുമ്പും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരെ മർദ്ദിച്ച കേസിലും ആശുപത്രി OP അടിച്ചു തകർത്ത കേസിലും പ്രതിയാണ് ഇവർ. ആൺസുഹൃത്തുക്കളുമായിട്ട് കാറിൽ സഞ്ചരിച്ച് മാഹിയിലെ ബാറിൽ കയറി മദ്യപിക്കുന്നതും ബഹളമുണ്ടാക്കുന്നതും യുവതിയുടെ സ്ഥിരം പരിപാടിയാണ്. മുമ്പ് തലശ്ശേരി ഇല്ലിക്കുന്ന് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇന്നും നോക്കിയാൽ കാണാൻ പറ്റും. അന്നും ഇവർക്കെതിരെ പോലീസ് കേസെടുത്തതാണ്. മദ്യപിച്ച് ആടി എത്തുന്ന യുവതിക്കെതിരെ പോലീസ് രംഗത്തെത്തിയപ്പോൾ വലിയ ചീത്ത വാക്കുകൾ വിളിക്കുന്ന ഒരു രീതിയായിരുന്നു യുവതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മുത്തപ്പൻ ദൈവത്തെ ഉമ്മ വയ്ക്കാൻ ശ്രമിച്ച എന്ന രീതിയിലായിരുന്നു പിന്നീട് ഈ യുവതിയെ കുറിച്ച് ആളുകളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കേട്ടത്. അതായത് മുത്തപ്പൻ ദൈവത്തിന്റെ ക്ഷേത്രത്തിലെത്തുകയും അവിടെ വെച്ച് ദൈവപ്രതിഷ്ഠയെ ഉമ്മ വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്ത റസീനയ്ക്കെതിരെ അന്ന് നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. അന്ന് ക്ഷേത്രത്തിൽ കയറി ബഹളം വയ്ക്കുകയും ഒടുവിൽ മുത്തപ്പനെ ചീത്ത വിളിച്ച് അവിടെ നിന്ന് പുറത്തു പോകുകയും ചെയ്തതിന്റെ വീഡിയോകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത്. പോലീസിന് തീരാ തലവേദനയായിട്ട് ഇങ്ങനെയുള്ള ഒരു പെൺഗുണ്ട റസീന എന്ന് പറയുന്ന സ്ത്രീ തലശ്ശേരിയിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് വളരെ വലിയൊരു ആശങ്കയാണ് ജനങ്ങളെ സംബന്ധിച്ച് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇവരെ ആലോചിച്ചൊന്ന് മര്യാദയ്ക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. തീരാ തലവേദനയായിട്ട് തലശ്ശേരിയിലെ പെൺഗുണ്ടയായിട്ടുള്ള റസീന മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നിരവധി അക്രമ പൊതുശല്യ ക്രിമിനൽ കേസുകൾ ഇവർക്കെതിരെ ഉണ്ട് എന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസിന് വലിയൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇവർ ഇപ്പോൾ സ്വന്തം വീട്ടിൽ കയറിയും അതിക്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സ്വന്തം വീട്ടിൽ കയറി പണം ആവശ്യപ്പെടുകയും അത് കൊടുക്കാതെ വന്നപ്പോൾ അവിടെയുള്ള കുട്ടിയെ അടക്കം മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ 17-ന് പുലർച്ചെയാണ് തന്റെ സഹോദരി റഫീനയും ഉമ്മയും താമസിക്കുന്ന വീട്ടിലേക്ക് എത്തി റസീന ഇത്തരത്തിൽ ഉമ്മയോട് പണം ആവശ്യപ്പെട്ട് അതിക്രമം അഴിച്ചുവിട്ടത്. പണം നൽകാത്ത വിരോധത്തിൽ ഉമ്മയെയും സഹോദരിയുടെ 15 വയസ്സുള്ള മകളെയും ആക്രമിക്കുകയായിരുന്നു. കൂടാതെ വീട്ടുമുറ്റത്ത്
നിർത്തിയിട്ടുള്ള കാറും ജനലിന്റെ ഗ്ലാസും എല്ലാം തല്ലി തകർക്കുന്ന രീതിയിലേക്ക് അവർ എത്തി. ഇത് പോലീസിന്റെ FIR-ൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് സഹോദരിയുടെ പരാതിയിൽ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തു എന്നാണ് വിവരം. പോലീസും നാട്ടുകാർക്കും സ്ഥിരം തലവേദനയായിട്ട് റസീന മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്.